എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നാണ്. കഴിഞ്ഞ 2 എപ്പിസോഡിലും നമ്മൾ 17-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് ചിന്തിച്ചത്. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ദാവീദ് ഷൗലിൻ്റെ യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങളും ആയുധങ്ങളും എല്ലാം അതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കാൻ നോക്കിയിട്ട് ദാവീദിന് പറ്റിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടു. അതെല്ലാം ഊരി ഷൗലിന് തിരിച്ചു കൊടുത്തിട്ട് ദാവീദ് പറയാം, എനിക്കിതൊന്നും ശീലമില്ല. അതിനുശേഷം ദാവീദ് എന്താ ചെയ്തതെന്നറിയോ? ദാവീദ് അതിൻ്റെ അടുത്തുള്ളൊരു തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ആ തോട്ടിൽ നിന്ന് 5 മിനുസം ഉള്ള കല്ലുകൾ, മിനുസമുള്ള മൂർച്ചയേറിയ കല്ലുകളല്ല, മിനുസമുള്ള 5 കല്ലുകൾ എടുത്തു. എന്നിട്ട് ആ ദാവീദ് ഇടയനായോണ്ട് ഇടയൻ്റെ ഒരു സഞ്ചിയുണ്ട്, ആ സഞ്ചിക്കകത്തേക്ക് ഈ 5 കല്ലുകൾ വെച്ചു. പിന്നെ ദാവീദിൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് കവണി. അതിനെ മടക്കി ചെറുതാക്കി കൈപ്പിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ സഞ്ചിക്കകത്തും വെക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമതുള്ള കാര്യം, ദാവീദ് ഇടയനായോണ്ട് ഇടയൻ്റെ വടി എടുത്തു. അപ്പോൾ ഈ 3 സംഭവങ്ങളുമായിട്ടാണ് ദാവീദ് യുദ്ധത്തിന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് പറ്റിയ ആയുധങ്ങൾ അല്ല ഇത് 3. എന്തുകൊണ്ട് ദാവീദ് ഇത് 3 എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് കണ്ടാൽ, ബുദ്ധിപൂർവം നോക്കിയാൽ അതൊരു മൂഢതരമായിട്ട് തോന്നും. എന്താണ് ഇവൻ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു പോകും ആരും. അപ്പോൾ ദാവീദ് ഇങ്ങനെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഗോലിയാത്ത് അവിടെ നിന്ന് നോക്കുക, കഴിഞ്ഞ 40 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഈ ലൈനിൽ വന്ന് നിന്നേച്ച് പോകുന്നതിൽ ഒരൊറ്റ ആൾക്ക് പോലും എന്നെ നേരിടാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇതാരാ ഈ പുതിയ ഒരാൾ? അങ്ങനെ ഇങ്ങനെ നോക്കുക, ഈ പുതിയത് ഇവനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, ഇവനൊരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഗോലിയാത്ത് നോക്കിയപ്പോൾ 42-ാം വാക്യത്തിൽ ഗോലിയാത്ത് നോക്കിയപ്പോൾ ഒരു കോമളനായ ഒരു പയ്യൻ, അവൻ്റെ കയ്യിലൊരു വടി. കാരണം വേറെ ഒന്നും ഗോലിയാത്ത് കാണുന്നില്ല, സഞ്ചിക്കാത്താണല്ലോ. അപ്പോൾ ഗോലിയാത്ത് പറയാ, ഇത് കണ്ടിട്ട് ദാവീദിനെ ഗോലിയാത്ത് നിന്ദിച്ചു എന്ന് പറയുന്നു. ഹി ഡിസ്പൈസ്ഡ്. ഈ ദാവീദിനെ കണ്ടിട്ട് എന്താ നിന്ദിക്കാനിരിക്കുന്നത്? എന്താണെന്നറിയോ? അവൻ നോക്കിയപ്പോൾ ഈ ലൈനിൽ വന്ന് കഴിഞ്ഞ 40 ദിവസം വന്ന് നിന്ന ഈ സൈന്യത്തിലെ ഒരാൾക്ക് പോലും ഇല്ലാത്ത ഒരു ധൈര്യം ഈ പയ്യനിലുണ്ട്. ഇവന് ഭയമില്ല. അത് ഗോലിയാത്തിന് അങ്ങ് ദേഷ്യമായി. ഗോലിയാത്ത് അവനെ നിന്ദിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്നും പിശാചിന് ഏറ്റവും ഇല്ലാത്ത ഒരേ ഒരു കാര്യമാണ് ധൈര്യം, ഭയമില്ലായ്മ. ഇത് പിശാചിന് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ഈ ദാവീദിൻ്റെ ഈ ധൈര്യത്തോടുകൂടി നമ്മളെ നേരിടുന്ന ഗോലിയാത്തിനെ നമ്മൾ നേരിട്ടാൽ നമ്മൾക്കും വിജയം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ദാവീദിന് ഈ ധൈര്യം വന്നത്? നമ്മൾ മുൻപോട്ട് നോക്കുമ്പോൾ ഈ ഗോലിയാത്ത് ഇത് കണ്ടപ്പോൾ ഗോലിയാത്തിന് മനസ്സിലായി, ഇവനെ ഭയപ്പെടുത്തുമല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ ഗോലിയാത്ത് ചോദിക്കുക, ഞാനെന്താ നായോ? നീ കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കിക്കേ, എൻ്റെ വലിപ്പം നീ കണ്ടോ? എൻ്റെ വലിപ്പം കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയും കൊണ്ട് എന്നെ ഒരു നായിനെ ഓടിക്കുന്ന പോലെ ഒന്ന് ഓടിക്കാൻ പറ്റും? ബേസിക്കലി ഗോലിയാത്ത് ദാവീദിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, നിൻ്റെ കയ്യിൽ എന്നെ നേരിടാനുള്ള ആയുധമില്ല, നിൻ്റെ കയ്യിലുള്ളത് പോരാ മോനെ എന്ന് പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്താൻ നോക്കി. നമ്മളാണെങ്കിൽ ഭയപ്പെട്ടു പോകും. കാരണം ഇന്നും പിശാച് നമ്മുടെ അടുത്ത് ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്, അല്ലേ? നിൻ്റെ കയ്യിൽ എന്നോ ഉണ്ട്, നിനക്ക് വല്ല കഴിവുമുണ്ടോ, നിന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നിനക്ക് പഠിക്കാനുള്ള ബുദ്ധിയില്ല, നിൻ്റെ കയ്യിൽ പണമില്ല, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കഴിവിനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ നമ്മളെ കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തും. നിനക്ക് കഴിവില്ല. അപ്പം നമ്മൾ അതിൽ വീണു പോകും. ദാവീദ് അങ്ങനെ വീണില്ല കേട്ടോ. ദാവീദ് അതിൻ്റെ തൊട്ട് കഴിഞ്ഞുള്ള വാക്യത്തിൽ പറയാണ്, നിൻ്റെ കയ്യിൽ വാളുണ്ട്, കുന്തമുണ്ട്, പരിചയമുണ്ട്, ഇതെല്ലാം ഉണ്ട്, ശരിയാ. എൻ്റെ കയ്യിൽ ഒരു വടിയേ ഉള്ളൂ, അതും ശരിയാ. പക്ഷേ ഗോലിയാത്തെ, നീ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയി സാറേ. ഒന്ന് ചോദിച്ചു നോക്കിക്കേ, നീ ചോദിക്കുന്നത് എന്തുവാ? എൻ്റെ കയ്യിൽ എന്നതുണ്ടെന്നല്ലേ നീ ചോദിക്കുന്നത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കും അറിയാം. പക്ഷെ എൻ്റെ കൂടെ ആരാണെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക്. ദാവീദ് ഗോലിയാത്തിനോട് തിരിച്ചു ചോദിക്കുക, എൻ്റെ കൂടെ ആരാണെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക്. നിൻ്റെ കയ്യിൽ ഇതൊക്കെയുണ്ട്, ഞാൻ കയ്യിലെ വലിയ കഴിവും സംഭവങ്ങളും ആയുധങ്ങളും ഒക്കെ ആയിട്ടല്ല വരുന്നത്.
ഞാൻ വരുന്ന ഒരാളുമായിട്ടാണ് സൈന്യങ്ങളുടെ യഹോവയാകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ നിൻ്റെ കൂടെ വരുന്നത്, നിനക്കെതിരെ വരുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ഒരു സത്യം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനൊന്ന് ജീവിച്ചു നോക്കിക്കേ. എൻ്റെ കയ്യിൽ കഴിവില്ല, ശരിയാ. എനിക്കിതൊന്നും പറ്റത്തില്ല, ശരിയാ. പക്ഷേ എൻ്റെ കൂടെ ആരാണെന്ന് നിനക്കറിയാമോ പിശാചെ? അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. അങ്ങനെ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മുൻപോട്ട് പോയാൽ ഈ ദാവീദിന് വന്ന അതേ ധൈര്യം നമുക്കും വരും. ആ ഒരു ഭയമില്ലായ്മ, ഭയമില്ലാതെ സാഹചര്യങ്ങളെ നേരിടാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു കറേജ്, അത് നമുക്കും ദൈവം തരും. ഹല്ലേലൂയ. അങ്ങനെ ധൈര്യത്തോടു കൂടി നേരിട്ടാൽ ഏതൊരു ഗോലിയാത്തിനെ നമ്മുടെ മുൻപിൽ ദൈവം വീഴ്ത്തും, ദാവീദിനെ മുൻപിൽ വീഴ്ത്തിയതുപോലെ. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആവാം, പഠിക്കുന്ന കാര്യത്തിൽ ഭയമുണ്ടാവും. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. നിങ്ങളുടെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാം. പക്ഷെ സാഹചര്യത്തെ നോക്കി എനിക്ക് കഴിവില്ല എന്ന് പിശാച് എന്നെ പേടിപ്പിക്കുമ്പോൾ അങ്ങനെ പേടിക്കാതെ പിശാചിനോടൊന്ന് തിരിച്ചു പറയുക, ശരിയാ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെ ആരാണെന്ന് നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞാൽ വിജയം ഉറപ്പാണ്. ഗോഡ് ബ്ലെസ് യു.